So fourth type ആണ് causal and non-causal signals. Actually മൂന്ന് type ഉണ്ട്, causal, non-causal and anti-causal ഉണ്ട്. So first one ആണ് what are causal signals. അപ്പോൾ എന്താന്ന് പറയുമ്പോൾ signals which exist only for the positive time. അതായത് t greater than 0 എന്ന് പറയുന്ന ഈ ആക്സിസിൽ പോസിറ്റീവ് ആക്സിസിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നൽ ആണ് നമ്മൾ എന്ത് പറയുന്നത് causal signal എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ u of t സിഗ്നൽ അതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 0 സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന സിഗ്നൽ അല്ലേ? സോ ഇറ്റ് ഇസ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്താണ്? നമുക്ക് കോസൽ സിഗ്നൽ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ആണ് വാട്ട് ആർ ആന്റി കോസൽ സിഗ്നൽ. ആന്റി കോസൽ എന്ന് പറയുമ്പോൾ ദോസ് ആർ സിഗ്നൽസ് വിച്ച് എക്സിസ്റ്റ്, ഇപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, വിച്ച് എക്സിസ്റ്റ് ഓൺലി ഫോർ ദി നെഗറ്റീവ് ടൈം ആക്സിസ്. എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താണ്? യു ഓഫ് മൈനസ് ടി അതെങ്ങനെ പോകുന്നത്? 0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്ന സിഗ്നൽ അല്ലേ? സോ ദോസ് ആർ ദി ആന്റി കോസൽ സിഗ്നൽ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആണ് നോൺ കോസൽ. നോൺ കോസൽ എന്ന് പറയുമ്പോൾ ദോസ് ആർ സിഗ്നൽസ് വിച്ച് വിൽ എക്സിസ്റ്റ് ഫോർ ബോത്ത് ദി ടൈം. നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്സിസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നൽസിനാണ് ഇവിടെയും എക്സിസ്റ്റ് ചെയ്യും, ഇവിടെയും എക്സിസ്റ്റ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്? ദോസ് ആർ കോൾഡ് ആസ് ദി ആന്റി കോസൽ സിഗ്നൽസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. പല സിഗ്നൽസ് വന്നിട്ട് ചെക്ക് വെദർ ദി സിഗ്നൽസ് ആർ കോസൽ ആണോ ആന്റി കോസൽ ആണോ അങ്ങനെയും ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ഫോർ കോസാലിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ് ഓഫ് ടി ഈക്വൽ ടു എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് സൈൻ 2t യു ഓഫ് ടി. കോമ്പിനേഷൻ ആണ്, സിംഗിൾ സിഗ്നൽ അല്ല. അപ്പോൾ നമുക്ക് സൈൻ 2t സിഗ്നൽ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. ദിസ് ഇസ് ആ സൈൻ സിഗ്നൽ അല്ല, ഇങ്ങനെയാണ് പോകുന്നത്. ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ബോത്ത് ദി ടൈം ആക്സിസ്. അതേപോലെ യു ഓഫ് ടി എന്താണ്? യു ഓഫ് ടി ഇസ് എ സിഗ്നൽ നമുക്കറിയാം, അത് പോസിറ്റീവ് ആക്സിസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടുത്തെ വാല്യൂ 0 ആണ്. ആൻഡ് ഇഫ് ദിസ് ഇസ് 1 ആണെങ്കിൽ ഈ 3 ഇവിടെ എന്ത് വാല്യൂ ഉണ്ടെങ്കിലും 0 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 കിട്ടത്തുള്ളൂ. സോ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന സിഗ്നൽ എന്തായാലും ഈ ടി ലെസ് ദാൻ 0 നമുക്ക് വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ഇവിടെ എന്തായിരിക്കും? ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഒരു വാല്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ദ ബൈ പ്രോഡക്റ്റ് സിഗ്നൽ എക്സ് ഓഫ് ടി വിൽ എക്സിസ്റ്റ് ഒൺലി ഫോർ എന്താണ്? ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈനിൽ. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് സിഗ്നൽസ് വിച്ച് എക്സിസ്റ്റ് ഒൺലി ഫോർ ദി പോസിറ്റീവ് ആക്സിസ് ആർ കോൾഡ് ആസ് കോസൽ സിഗ്നൽസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദീസ് ആർ കോസൽ സിഗ്നൽ എന്ന് പറയാം. സെക്കൻഡ് വൺ നോക്കി, എക്സ് ഓഫ് ടി ഈക്വൽ ടു 2 ഇൻറ്റു യു ഓഫ് മൈനസ് ടി. യു ഓഫ് മൈനസ് ടി എങ്ങനെയാണ് പോകുന്നത്? ദിസ് ഇസ് എ സിഗ്നൽ അല്ലേ, യു ഓഫ് മൈനസ് ടി ആണ്. അപ്പോൾ 2 ഇൻറ്റു എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്ന സിഗ്നൽ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ദിസ് ഇസ് എ ആന്റി കോസൽ സിഗ്നൽ. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ, എക്സ് ഓഫ് ടി ഈക്വൽ ടു 3 സിങ് 2t. 3 ഇൻറ്റു സിങ് സിഗ്നൽ ആണ്. സിങ് എങ്ങനെയാണ് പോകുന്നത്? സിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന സിഗ്നൽ ആണല്ലേ. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എലമെന്ററി സിഗ്നൽസിൽ. ആൻഡ് നമുക്കറിയാം ഈ സിഗ്നൽ എന്താണ്? 2 ആക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഓബിയസ്ലി എന്താണ്? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. സോ ദിസ് ഇസ് ഓബിയസ്ലി ഒരു non-causal signal as it exists on both time axes. ഇതാണ് fourth type.